ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യോർമുഖ്യം ജയ നരസിംഹ ശ്രീ നരസിംഹ ജയ ജയ നരസിംഹ ജയ പ്രഹ്ലാദേശ ജയ പത്മമുഖ മുഖ പത്മഭൃംഗ भक्ति विघ्नविनाश नरसिंह भगवान की जय भक्त प्रहलाद महाराज की जय गुरुदेव महाराज की जय श्रील प्रभुपाद की जय गौर ब्रह्मानंदे हरि हरि बोल ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ രതിദേവി മാതാജി, ഹരേ കൃഷ്ണ ലൈല മാതാജി, ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി, ഹരേ കൃഷ്ണ സുജന മാതാജി, ഹരേ കൃഷ്ണ പത്മ മാതാജി, ഹരേ കൃഷ്ണ സബിത മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞങ്ങള് ഏകദേശം ഒരു കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് എനിക്ക് ക്ലാസ്സുകളിലൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പൊ അങ്ങനെ ആ അവസരത്തിൽ നമുക്ക് രോഹിണി മാതാജി സധൈര്യമായത് ഏറ്റെടുക്കുകയും മാതാജിയുടെ ആ തിരക്കിലും അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയ്ക്കും മാതാജി വന്ന് നമ്മളെ സഹായിച്ചപ്പോൾ മാതാജിക്ക് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ നിങ്ങളെല്ലാരും കയറിയെന്നൊക്കെയാണ് മാതാജി പറഞ്ഞത്. കുറച്ചുപേര് എന്താണ് മാതാജി? ഒരു ക്ലാസ്സിൽ ഞാനില്ലായിരുന്നു എന്ന് പറഞ്ഞത് പറ്റിയില്ല. മറ്റല്ല, ഇവിടെ താഴെ ക്ഷേത്രത്തിലെ വിളക്കുത്സവമാണ്. ഇപ്പോഴും അതിന് മൈക്കിന്റെ ശല്യം. 10 മണിവരെയും ഭയങ്കര സൗണ്ടാ. അതുകൊണ്ട് എനിക്കൊന്നും കേൾക്കാനും ഒന്നും പറ്റൂല. വെട്ടിയും ഒക്കെ ആയിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ കയറാൻ പറ്റാതെ പോയി. അതുകൊണ്ട് ക്ലാസ്സിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച അറ്റൻഡ് ചെയ്തതേ ഇല്ല. ഈ ചെവി വെക്കുന്ന സാധനം ഒന്ന് മേടിച്ച് തരാൻ പറയാൻ. അത് വെച്ചാലും നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് പറയുന്നേ കേൾക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് വെച്ചാലും എനിക്കൊന്നും വ്യക്തമാകത്തുമില്ല, കേൾക്കാനും പറ്റൂല. അതുകൊണ്ട് പിന്നെ കഴിഞ്ഞ ആഴ്ച വെച്ചിട്ട് ഞാനങ്ങ് ഓഫ് ചെയ്ത് കയറാതായി. അപ്പൊ നിങ്ങള് കർമ്മയോഗം ഒക്കെ എടുത്ത് കഴിഞ്ഞു എന്ന് മാതാജി പറഞ്ഞു. അപ്പം കർമ്മയോഗം എങ്ങനെ നമ്മള് ഭഗവാനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കർമ്മം ചെയ്യുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ അതെല്ലാം മനസ്സിലായോ ഇല്ലെന്ന് അറിയേണ്ട നമ്മളൊരു പ്രശ്നോത്തരിയാണ് നടത്താനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്, പക്ഷെ ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ള ആണ്, പ്രാവർത്തികമാക്കാനായിട്ട് കർമ്മയോഗം. പക്ഷെ കർമ്മയോഗത്തിൽ കൊണ്ട് മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ സേവ ചെയ്ത് നമ്മൾ ഭഗവാനെ പ്രീതിപ്പെടുത്തുക. അങ്ങനെ ആ പ്രവൃത്തി മാർഗത്തിൽ കൂടെ നമ്മള് ഭഗവാന്റെ പ്രീതി പിടിച്ചു പറ്റാനായിട്ടുള്ള ശ്രമമാണ്. പ്രവൃത്തികൾ ചെയ്ത് സേവ ചെയ്ത് നമ്മള് ഭഗവാനെ പ്ലീസ് ചെയ്യുക. അങ്ങനെ ഭഗവാൻ നമുക്ക് പറ്റി തന്നാൽ വലിയ കാര്യമായി എന്നുള്ള ഇതില് നമ്മള് ആദ്യമൊക്കെ ആരുടെയും നിർബന്ധപ്രകാരം പ്രവൃത്തി ചെയ്യുന്നു, പിന്നെ തന്നെത്താനെ അത് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നു. എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ പുഷ് ചെയ്തിട്ടാണല്ലോ. ഇടയിൽ പോയി സന്ധ്യക്ക് വിളക്ക് കത്തിക്കുക എന്നൊക്കെ പറഞ്ഞ നമ്മുടെ വീട്ടിലുള്ള വല്യമ്മമാരും അവരൊരുക്കെ സന്ധ്യക്ക് ഇരുന്ന് നാമം ജപിക്കുക എന്നൊക്കെ പറഞ്ഞ് ആദ്യമൊക്കെ ഇങ്ങനെ നമ്മളൊരു വഴിപാടല്ലേ, വഴിപാടുന്ന മാതിരി ചെയ്യും. അങ്ങനെ ചെയ്ത് നമ്മൾ പിന്നെ ഓരോ കാര്യവും വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്യും. അതുപോലെ തന്നെ മാല ഇറുക്കാനായിട്ട് പുഷ്പങ്ങൾ പറിക്കാൻ പോകുമ്പോഴത്തേനും ഇതെന്റെ കൃഷ്ണന് വേണ്ടിയിട്ടാണല്ലോ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നല്ല പുഷ്പങ്ങൾ മാത്രം പറിക്കാണ് ശ്രമിക്കും, താഴെ വീഴത് നമ്മൾ എടുക്കില്ല. അങ്ങനെ അത് കോർക്കുമ്പോൾ ഇതെന്റെ ഭഗവാന് നല്ല രീതിയിൽ ഇടണം എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ അത് വഴിയെ അതിന്റെ ആ ഒരു അറ്റാച്ച്മെന്റ് കൂടി വരുന്നു. അതുപോലെ തന്നെ ഭഗവാന് ഭോഗം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒരു ഐറ്റം ഉണ്ടാക്കിയത്. നാളെ കുറച്ചുകൂടി കൂടുതൽ ഭഗവാന് കുറച്ച് മധുരമൊക്കെ ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് നല്ലപോലെ മധുരമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഇന്ന് കൊടുക്കാം. ഇന്നൊരു വിശേഷപ്പെട്ട ദിവസമാണ്, ഇന്ന് എന്റെ ഭഗവാന് അല്ലെങ്കിൽ എന്റെ പിറന്നാളിന്റെ ദിവസമാണ്. അപ്പൊ ഇന്ന് എന്റെ ഭഗവാനെ നല്ല രീതിയിൽ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കി നന്നായിട്ട് കൊടുക്കണം, ഭഗവാൻ കഴിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മളത് ആദ്യം ആരുടെയും നിർബന്ധപ്രകാരം പിന്നീട് അത് തന്നെത്താനെ ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം, എന്ത് നമ്മളെ കയ്യിൽ കിട്ടിയാലും ഭഗവാന് കൊടുത്തിട്ട് നമ്മൾ അത് പ്രസാദമായിട്ട് കഴിക്കാനായിട്ടുള്ള ഇത്. അതായത് നമുക്കായിട്ടൊന്നും വേണ്ട, എല്ലാം എന്റെ ഭഗവാന്
എന്നുള്ള ആ ഒരു രീതിയിലേക്ക് എത്തുക. പിന്നെ നമ്മൾ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്ന ഒരാളും വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവരായിരിക്കാം. ഗോപികമാരുടെ കാര്യം നമുക്ക് എടുക്കാമല്ലോ. വൃന്ദാവനത്തിലെ അവരെല്ലാവരും ഗൃഹസ്ഥരായിരുന്നു. എല്ലാവർക്കും കുട്ടികളുണ്ടായിരുന്നു. ചിലർക്കൊക്കെ പ്രായം ചെന്നവരാണ്. അവർക്ക് മക്കളുടെ മക്കളും ഒക്കെ ഉണ്ട്. ഭർത്താക്കന്മാരുണ്ട്. അങ്ങനെ അവരവരുടെ ദൈനംദിന ജീവിതങ്ങളെല്ലാം ചെയ്തു വരുന്നത് ഗൃഹസ്ഥരായിരുന്നു അല്ലെ, പൂർണ്ണമായിട്ടും. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ ഏറ്റവും വലിയ ആ, ഭക്തരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോപികമാരാണെന്ന് ഭഗവാനും പറയും, ബാക്കിയുള്ള ശാസ്ത്രങ്ങളും എല്ലാം പറയും. കാര്യം ഗൃഹസ്ഥ ജീവിതത്തിലിരുന്ന് എങ്ങനെ ഭഗവാനെ സന്തോഷിപ്പിക്കാം എന്നുള്ളത് അവര് നമുക്ക് കാണിച്ചു തന്നു അല്ലെ. അവർ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഭഗവാനെ എങ്ങനെ ആരാധിച്ചു, എങ്ങനെ വന്ദിച്ചു, സദാഹരിയായിട്ട് എങ്ങനെ നമ്മളൊരു കുടുംബജീവിതം അനുഷ്ഠിക്കാൻ സാധിക്കും എന്ന് വെച്ചിട്ട് അവരവരുടെ ഭർത്താവിനെ ശുശ്രൂഷിക്കാതിരുന്നോ? ഇല്ല. അവരവരുടെ കുട്ടികൾക്ക് അന്നം കൊടുക്കാതിരുന്നോ? ഇല്ല. അവര് പശുക്കളെ നോക്കാതിരുന്നോ? പാല് കറക്കാതിരുന്നോ? ഉറയൊഴിക്കാതിരുന്നോ? അവര് ദൈനംദിനമായിട്ടുള്ള എല്ലാ പ്രവർത്തികളും. അപ്പൊ നമുക്ക് ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്കും നമുക്ക് ആ പ്രവൃത്തി എന്താണ് കൃഷ്ണന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ജോലി ചെയ്യുന്നതെല്ലാം ശമ്പളം കിട്ടി കഴിയുമ്പോഴും അതിന്റെ ഒരു പങ്ക് ഞാൻ കൃഷ്ണന് കൊടുത്തിട്ടേ ഞാൻ വേറെ എന്തിനും ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ ഈ ഒരു പങ്ക് ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അതിൽ നിന്ന് കിട്ടിയ കാര്യം, ഇത് ഭഗവാനാണ് എനിക്ക് ജോലി തന്നത്, അതുകൊണ്ട് ഇതിന്റെ ഒരു പങ്ക് ഞാൻ ഭഗവാന് കൊടുക്കും. ബാക്കി എന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ ഇച്ഛയോട് കൂടി തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അപ്പൊ ആ പൈസയ്ക്ക് എന്താണ് അത്, ആ കിട്ടിയ പൈസയുടെ കർമ്മം ഒക്കെ തന്നെ ഒരുപാട് അങ്ങ് കുറഞ്ഞു. കാര്യം എന്താണ്, ഭഗവാൻ അത് ആദ്യം തന്നെ അതിൽ നിന്ന് കിട്ടിയ ഇതെടുത്ത് സമർപ്പിച്ചു. അപ്പൊ അതിന് ആ നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള പ്രവൃത്തി ചെയ്തിട്ടായിരിക്കും നമുക്ക് ശമ്പളമൊക്കെ കിട്ടുന്നത് അല്ലെ. ചിലപ്പോൾ ചിലരെ വേദനിപ്പിക്കേണ്ടി വരും, ചിലപ്പോൾ നുണ പറയേണ്ടി വരും, അങ്ങനെ പല പല കാര്യങ്ങൾ. അപ്പൊ അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന അക്യൂമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതോടുകൂടി അങ്ങ് മാറിക്കിട്ടും. അപ്പൊ നമ്മള് ജോലി ചെയ്തതും എന്താണ് ഭഗവാന് വേണ്ടി, അതിൽ നിന്ന് കിട്ടിയതും ഭഗവാനെ സമർപ്പിച്ചു. അപ്പൊ എല്ലാ കാര്യങ്ങളും ഭഗവാനെ സമർപ്പിച്ച് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് വാസ്തവമാണ് അല്ലേ. അപ്പൊ അങ്ങനെ ആ കർമ്മയോഗം, ജനസംഖ്യയൊക്കെ വളരെ കുറവാണ്. ഇതിനി ശുഷ്കിച്ച് അവസാനം ഞാൻ പോലും കാണുമല്ലോ അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടപ്പാണ് ഞാൻ. ഒരു 3 ആഴ്ച ക്ലാസ്സിലാവുന്നപ്പോഴത്തേക്കും ഞാൻ എന്താ പറയുന്നത്, ഞാനും വളരെ വിഷമിച്ചു. കാര്യം അത് മായ അത്രയ്ക്ക് സ്ട്രോങ് ആണെന്ന് എനിക്കറിയാം. അത്രമാത്രം സ്ട്രോങ് ആണ്. കാര്യം ഈ വെള്ളിയാഴ്ച 4 മണിക്ക് ക്ലാസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അങ്ങ് മറന്നുപോകും. കാര്യം ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച ആയി കഴിയുമ്പോഴത്തേക്കിനും എന്താണ്, അങ്ങനെയാണ് ഈ വന്ന മറ്റുള്ളവർക്കൊക്കെ പറ്റിയതാണ്, വരാതിരിക്കുന്നവർക്കൊക്കെ പറ്റുന്ന അങ്ങനെയാണ്. കുറച്ചുനാള് ക്ലാസ് ഇല്ലാതിരുന്ന് കഴിയുമ്പോൾ അവർക്കൊക്കെ തന്നെ ഇതേ ഒരു അനുഭവം ഉണ്ടാകും, എനിക്ക് ഉണ്ടായ പോലെ തന്നെ. അപ്പം പിന്നെ ഓട്ടോമാറ്റിക്കലി സത്സംഗത്തിൽ കയറാനായിട്ട് തോന്നാതെ ഇരിക്കും എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ നമ്മൾ ആ കർമ്മയോഗത്തിലെ ആ ക്വസ്റ്റ്യൻസ് ഞാൻ തയ്യാറാക്കിയോണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് വെബ്സൈറ്റിന്റെ സഹായത്തോടെ തയ്യാറാക്കിയതാണ്. ഇത് ഞാൻ ഞാനായിട്ട് ചെയ്തതല്ല, പറയുവാണ്, പാർഷ്യലി ഉള്ളൂ. എന്നിരുന്നാലും നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. ആണ്. എല്ലാവരും ഹരേ കൃഷ്ണ പ്രഭു, ഞാനൊന്ന് കേൾക്കാൻ മാത്രമേ ഉള്ളൂ പ്രഭു. ഞാന് ഹരേ കൃഷ്ണ മാതാജി, ഹരേ കൃഷ്ണ. കുഴപ്പമില്ല. മാതാജി പ്രത്യേക എന്തോ സാഹചര്യത്തിലാണെന്ന് തോന്നുന്നു. സാരമില്ല മാതാജി, കേട്ടോളൂ. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ എല്ലാവരും ബുക്കും നല്ല പേപ്പറും പേനയൊക്കെ എടുത്തു എങ്കിൽ നമുക്ക് തുടങ്ങാം. ഞാൻ ഷെയർ ചെയ്യാൻ സാധിക്കട്ടെ. ഹരേ കൃഷ്ണ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം,
മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ 10 എല്ലാവർക്കും കാണാമല്ലേ? കാണാവോ? ഓക്കെ, അപ്പൊ ഞാൻ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. അർജുനൻ കർമ്മയോഗത്തെ കുറിച്ച് ചോദിച്ചത് എന്തുകൊണ്ടാണ്? എ, യുദ്ധത്തിൽ ജയിക്കാനായി. ബി, ജ്ഞാനവും കർമ്മവും തമ്മിൽ വിരോധമുണ്ടെന്ന് തോന്നിയത് കൊണ്ട്. സി, സന്യാസം എളുപ്പം എന്ന് കരുതിയത് കൊണ്ട്. ഡി, ശത്രുവിനെ ഭയന്നത് കൊണ്ട്. ഒന്നാമത്തെ ചോദ്യം, അർജുനൻ കർമ്മയോഗത്തെ കുറിച്ച് ചോദിച്ചത് എന്തുകൊണ്ട്? എ, യുദ്ധത്തിൽ വിജയിക്കാനായി. ബി, ജ്ഞാനവും കർമ്മവും തമ്മിൽ വിരോധമുണ്ട് എന്ന് തോന്നിയത് കൊണ്ട്. സി, സന്യാസം എളുപ്പമെന്ന് കരുതിയത് കൊണ്ട്. ഡി, ശത്രുവിനെ ഭയന്നത് കൊണ്ട്. രണ്ടാമത്തെ ചോദ്യം, കർമ്മയോഗം പ്രധാനമായി പഠിപ്പിക്കുന്നത് എന്താണ്? എ, കർമ്മം പൂർണ്ണമായി ഉപേക്ഷിക്കുക. ബി, കർമ്മത്തെ ദൈവാർപ്പിതമായി നിർവഹിക്കുക. സി, ധനം സമ്പാദിക്കുക. ഡി, ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുക. കർമ്മയോഗം പ്രധാനമായി പഠിപ്പിക്കുന്നത് എന്താണ്? എ, കർമ്മത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കുക. ബി, കർമ്മത്തെ ദൈവാർപ്പിതമായി നിർവഹിക്കുക. സി, ധനം സമ്പാദിക്കുക. ഡി, ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുക. മൂന്നാമത്തെ ചോദ്യം, കർമ്മബദ്ധത ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കർമ്മബദ്ധത. എ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ. ബി, കർമ്മഫലത്തിൽ ആസക്തി വെക്കുമ്പോൾ. സി, കർമ്മം ചെയ്യാതിരിക്കുമ്പോൾ. ഡി, ഉപവാസം ചെയ്യുമ്പോൾ. കർമ്മം എങ്ങനെയാണ് ബന്ധിക്കപ്പെടുന്നത്? അപ്പോൾ അതിന്റെ ഓപ്ഷൻസ്: എ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ. ബി, കർമ്മഫലത്തിൽ ആസക്തി വെക്കുമ്പോൾ. സി, കർമ്മം ചെയ്യാതിരിക്കുമ്പോൾ. ഡി, ഉപവാസം ചെയ്യുമ്പോൾ. അടുത്ത നാലാമത്തെ ചോദ്യം, ലോകത്തിന് മാതൃകാപരമായി പ്രവർത്തിക്കേണ്ടവർ ആരൊക്കെയാണ്? ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരാണെന്ന്? എ, സാധാരണ തൊഴിലാളികൾ. ബി, യാദൃശ്ചികമായ ആളുകൾ. സി, ജ്ഞാനികളും നേതാക്കളും. ഡി, രാജാക്കന്മാർ മാത്രം. ലോകത്തിന് മാതൃകാപരമായി പ്രവർത്തിക്കേണ്ടവർ: എ, സാധാരണ തൊഴിലാളികൾ. ബി, യാദൃശ്ചികമായ ആളുകൾ. സി, ജ്ഞാനികളും നേതാക്കളും. ഡി, രാജാക്കന്മാർ മാത്രം. അഞ്ചാമത്തേത്, യജ്ഞഭാവത്തിൽ ചെയ്ത കർമ്മം നൽകുന്ന ഫലം എന്താണ്? യജ്ഞഭാവത്തിൽ ചെയ്ത കർമ്മം നൽകുന്ന ഫലം എന്താണ്? എ, പാപം. ബി, ദുഃഖം. സി, ശുദ്ധി. ഡി, ഭയം. യജ്ഞഭാവത്തിൽ ചെയ്യുന്ന കർമ്മം നൽകുന്ന ഫലം എന്താണ്? എ, പാപം. ബി, ദുഃഖം. സി, ശുദ്ധി. ഡി, ഭയം. 6, കർമ്മം വിട്ടൊഴിഞ്ഞാൽ മോക്ഷം ലഭിക്കുമോ? എ, എളുപ്പത്തിൽ ലഭിക്കും. ബി, ലഭിക്കില്ല. സി, ഭാഗികമായി ലഭിക്കും. ഡി, കർമ്മത്തിനും മോക്ഷത്തിനും ബന്ധമില്ല. ആറാമത്തെ ചോദ്യം, കർമ്മം വിട്ടൊഴിഞ്ഞാൽ മോക്ഷം ലഭിക്കുമോ? എ, എളുപ്പത്തിൽ ലഭിക്കും. ബി, ലഭിക്കില്ല. സി, ഭാഗികമായി ലഭിക്കും. ഡി, കർമ്മത്തിനും മോക്ഷത്തിനും ബന്ധമില്ല.
7 കർമ്മയോഗത്തിന്റെ അടിസ്ഥാനം എ ആഗ്രഹം, ബി അഹങ്കാരം, സി ദൈവാർപ്പിത കർമ്മം, ഡി യുദ്ധവിജയം. കർമ്മയോഗത്തിന്റെ അടിസ്ഥാനം എ ആഗ്രഹം, ബി അഹങ്കാരം, സി ദൈവാർപ്പിത കർമ്മം, ഡി യുദ്ധവിജയം. അടുത്തത് 8 മനസ്സ് നിയന്ത്രിക്കാതെ കർമ്മം ഉപേക്ഷിക്കുന്നത് എന്തിന്റെ ലക്ഷണമാണ്? മനസ്സ് നിയന്ത്രിക്കാതെ കർമ്മം ഉപേക്ഷിക്കുന്നത് എന്തിന്റെ ലക്ഷണമാണ്? എ യഥാർത്ഥ സന്യാസം, ബി കപട സന്യാസം, സി ഭക്തി, ഡി തപസ്. മനസ്സ് നിയന്ത്രിക്കാതെ കർമ്മം ഉപേക്ഷിക്കുന്നത് എന്താണ് അതിന്റെ ലക്ഷണം? എ യഥാർത്ഥ സന്യാസത്തിന്റെ ലക്ഷണമാണോ, ബി കപട സന്യാസാണോ, സി ഭക്തിയാണോ, ഡി തപസ്സാണോ? ഒൻപത് കർമ്മത്തിൽ അനാസക്തി ലഭിക്കുന്നത് എ കർമ്മം ഒന്നും ചെയ്യാതെ ഇരുന്ന്, ബി ആഗ്രഹങ്ങൾ കൂട്ടി, സി കർമ്മത്തെ ദൈവാർപ്പണമാക്കി, ഡി ധനം കൂട്ടി. ഒന്നുകൂടെ വായിക്കാം. 9 കർമ്മത്തിൽ അനാസക്തി ലഭിക്കുന്നത് എ കർമ്മം ഒന്നും ചെയ്യാതെ ഇരുന്നു കൊണ്ടാണ്, ബി ആഗ്രഹങ്ങൾ കൂട്ടിക്കൊണ്ടാണ്, സി കർമ്മത്തെ ദൈവാർപ്പണമാക്കിയാണ്, ഡി ധനം കൂട്ടിക്കൊണ്ടാണ്. പത്താമത്തേത് അഹങ്കാരമില്ലാതെ ചെയ്യുന്ന കർമ്മം വളർത്തുന്നത് എ വൈരാഗ്യം, ബി ക്രോധം, സി ഭക്തി, ഡി മോഹം. അഹങ്കാരമില്ലാതെ ചെയ്യുന്ന കർമ്മം വളർത്തുന്നത് എ വൈരാഗ്യത്തെ വളർത്തുന്നു, ബി ക്രോധത്തെ വളർത്തുന്നു, സി ഭക്തി വളർത്തുന്നു, ഡി മോഹം വളർത്തുന്നു. അടുത്തത് ഇനിയുള്ള 15 ചോദ്യങ്ങള് ഓപ്ഷൻസ് ഇല്ലാത്തതാണ്. അത് ഉത്തരം ആലോചിച്ച് എഴുതണം. 11 കർമ്മം ഒഴിവാക്കാതെ ചെയ്യണമെന്ന് ഗീത പറയുന്നത് എന്തുകൊണ്ടാണ്? കർമ്മം ഒഴിവാക്കാതെ ചെയ്യണമെന്ന് ഗീത പറയുന്നത് എന്തുകൊണ്ടാണ്? പന്ത്രണ്ട് ഭക്തിവേദാന്ത ആശയപ്രകാരം കർമ്മയോഗം എന്താണ്? ഭക്തിവേദാന്ത ആശയപ്രകാരം കർമ്മയോഗം എന്താണ്? പതിമൂന്ന് കപട സന്യാസി ആരാണ്? കപട സന്യാസി ആരാണ്? പതിനാല് യജ്ഞഭാവത്തിന്റെ അർത്ഥം വിശദീകരിക്കുക.
യജ്ഞഭാവത്തിന്റെ അർത്ഥം വിശദീകരിക്കുക. പതിനഞ്ച്, ലോക സംഗ്രഹം എന്ന ആശയം എന്താണ്? ലോക സംഗ്രഹം എന്ന ആശയം എന്താണ്? പതിനാറ്, അർജുനൻ ആശയക്കുഴപ്പം തോന്നിയത് എന്തുകൊണ്ട്? അർജുനന് ആശയക്കുഴപ്പം തോന്നിയത് എന്തുകൊണ്ട്? അടുത്തത് 17, കർമ്മം ദൈവാർപ്പണമാക്കി ചെയ്യുമ്പോൾ ബദ്ധത തോന്നുന്നത് എന്തുകൊണ്ട്? കർമ്മം ദൈവാർപ്പണമാക്കി ചെയ്യുമ്പോൾ ബദ്ധത തോന്നുന്നത് എന്തുകൊണ്ട്? പതിനെട്ട്, ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കാതെ കർമ്മം ഉപേക്ഷിച്ചാൽ എന്താണ് പ്രശ്നം? ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കാതെ കർമ്മം ഉപേക്ഷിച്ചാൽ എന്താണ് ഫലം? പത്തൊൻപത്, കർമ്മയോഗത്തിൽ ഏറ്റവും വലിയ ശത്രുവിന്റെ ഏതാണ് വികാരം? കർമ്മയോഗത്തിലെ ഏറ്റവും വലിയ ശത്രു ആരാണ്? അതിന്റെ വികാരം എന്താണ്? കർമ്മയോഗത്തിലെ ഏറ്റവും വലിയ ശത്രു ആരാണ്? അതിന്റെ വികാരം ഏതാണ്? രണ്ടും ഒരു ആൻസർ തന്നെയാണ്. ഇരുപത്, മുമ്പേ പറഞ്ഞ ആ ശത്രുവിന്റെ ആ വികാരം ജയിക്കാൻ എന്താണ് മാർഗം? ആ വികാരത്തെ ജയിക്കാനായിട്ട് എന്താണ് മാർഗം? ആരാണ് ശത്രു? ആ ശത്രുവിന്റെ വികാരം എന്താണ്? ആ വികാരത്തെ ജയിക്കാൻ എന്താണ് മാർഗം? ഇരുപത്തിയൊന്ന്, കർമ്മയോഗം സാധാരണ മനുഷ്യർക്ക് പ്രായോഗികമായത് എന്തുകൊണ്ട്? കർമ്മയോഗം സാധാരണ മനുഷ്യർക്ക് പ്രായോഗികമായത് എന്തുകൊണ്ട്? അത് ഞാൻ തുടക്കത്തിലെ പറഞ്ഞാണ്, ഇൻട്രഡക്ഷൻ പോലെ പറഞ്ഞപ്പോൾ. ഞാൻ ഗോപികമാരുടെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞാണല്ലോ അല്ലെ. ഇരുപത്തിരണ്ട്, ത്രിഗുണങ്ങൾ സത്വം, രജസ്, തമസ് ഇവ കർമ്മത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? ത്രിഗുണങ്ങൾ കർമ്മത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു?
23 ദൈവം കർമ്മഫലദായകൻ എന്ന് പറയുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ ഭഗവാൻ കർമ്മഫലദായകൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇരുപത്തിനാല് സ്വധർമ്മം പാലിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്? സ്വധർമ്മം പാലിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്? ഇരുപത്തിയഞ്ച് കർമ്മയോഗം അന്തിമമായി മനുഷ്യനെ എങ്ങോട്ട് നയിക്കുന്നു? കർമ്മയോഗം അന്തിമമായി മനുഷ്യനെ എങ്ങോട്ട് നയിക്കുന്നു? കർമ്മയോഗം അന്തിമമായി മനുഷ്യനെ എങ്ങോട്ട് നയിക്കുന്നു? ഹരേ കൃഷ്ണ. ചോദ്യങ്ങൾ കഴിഞ്ഞു. എല്ലാരും എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. എല്ലാവരും നമുക്കൊന്ന് റീവൈൻഡ് ചെയ്യാം പറഞ്ഞ കാര്യങ്ങളൊക്കെ. അർജുനൻ കർമ്മയോഗത്തെക്കുറിച്ച് ചോദിച്ചത് എന്തുകൊണ്ടാണ്? യുദ്ധത്തിൽ ജയിക്കാനായി ജ്ഞാനവും കർമ്മവും തമ്മിൽ വിരോധമുണ്ട് തോന്നിയത് കൊണ്ട്, സന്യാസം എളുപ്പമാണെന്ന് തോന്നിയത് കൊണ്ട്, ശത്രുവിനെ ഭയന്നുകൊണ്ട്. എന്താണ് ഉത്തരം? ബി ആണ്. ജ്ഞാനവും കർമ്മവും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്ന് തോന്നി. അതുകൊണ്ടാണ് അർജുനൻ കർമ്മയോഗത്തെ പറ്റി ചോദിച്ചത്. ജ്ഞാനവും കർമ്മവും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്ന് തോന്നി. രണ്ടാമത്തേത്, കർമ്മയോഗം പ്രധാനമായി പഠിപ്പിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? എ, കർമ്മം പൂർണ്ണമായി ഉപേക്ഷിക്കുക. ബി, കർമ്മത്തെ ദൈവാർപ്പിതമായി നിർവഹിക്കുക. സി, ധനം സമ്പാദിക്കുക. ഡി, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക. എന്താണ് ഉത്തരം? ബി, കർമ്മത്തെ ദൈവാർപ്പിതമായി നിർവഹിക്കുക. മൂന്നാമത്തെ ചോദ്യം, കർമ്മബദ്ധത ഉണ്ടാകുന്നത് എങ്ങനെയാണ്? എ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ. ബി, കർമ്മഫലത്തിൽ ആസക്തി വെക്കുമ്പോൾ. സി, കർമ്മം ചെയ്യാതിരിക്കുമ്പോൾ. ഡി, ഉപവാസം ചെയ്യുമ്പോൾ. ഏതാണ് ഉത്തരം? ബി ആണ്. കർമ്മഫലത്തിൽ ആസക്തി വെക്കുമ്പോഴാണ് കർമ്മം നമ്മളെ ബന്ധിപ്പിക്കുന്നത്. ഇനി അടുത്ത്, ലോകത്തിന് മാതൃകാപരമായി പ്രവർത്തിക്കേണ്ടവർ
എ സാധാരണ തൊഴിലാളികൾ, ബി യാദൃശ്ചികമായ ആളുകൾ, സി ജ്ഞാനികളും നേതാക്കളും, ഡി രാജാക്കന്മാർ മാത്രം. ഏതാണ്? ഡി 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 ജ്ഞാനികളും നേതാക്കളും. ജ്ഞാനികളും സി അല്ലേ? സി ആണ്, അതാണോ? ജ്ഞാനികളും നേതാക്കളും. സി ജ്ഞാനികളും നേതാക്കളും. ഞാൻ രാജാക്കന്മാരെന്ന് എഴുതി. 5 യജ്ഞഭാവത്തിൽ ചെയ്ത കർമ്മം നൽകുന്ന ഫലം. എ പാപം, ബി ദുഃഖം, സി ശുദ്ധി, ഡി ഭയം. ഏതാണ്? ശുദ്ധി ശുദ്ധി ശുദ്ധിയല്ലേ? സി ശുദ്ധിയാണ്. സി ശുദ്ധിയാണ്. ശുദ്ധി. ശുദ്ധി. ഇനി അടുത്തത് കർമ്മം വിട്ടൊഴിഞ്ഞാൽ മോക്ഷം ലഭിക്കുമോ? എ എളുപ്പത്തിൽ ലഭിക്കും, ബി ലഭിക്കില്ല, സി ഭാഗികമായി ലഭിക്കും, ഡി കർമ്മത്തിനും മോക്ഷത്തിനും ബന്ധമില്ല. ഏതാണ്? ഡി അല്ലേ? ബി ലഭിക്കില്ല. ബി ലഭിക്കില്ല. ലഭിക്കില്ല. ഒറ്റ ആൻസർ ആണ്, സ്ട്രെയിറ്റ് അവേ ഒറ്റ ആൻസർ ആണ്, ലഭിക്കില്ല. ലഭിക്കില്ല. 7 കർമ്മയോഗത്തിന്റെ അടിസ്ഥാനം എന്താണ്? ആഗ്രഹമാണോ, അഹങ്കാരമാണോ, ദൈവാർപ്പിത കർമ്മമാണോ, യുദ്ധവിജയമാണോ? സർവാർത്ഥ കർമ്മം സി. ദൈവാർപ്പിത കർമ്മം സി ആണ്. 7C. 8 മനസ്സ് നിയന്ത്രിക്കാതെ കർമ്മം ഉപേക്ഷിക്കുന്നത് എന്തിന്റെ ലക്ഷണമാണ്? യഥാർത്ഥ സന്യാസത്തിന്റെ ആണോ, കപട സന്യാസത്തിന്റെ ആണോ, ഭക്തിയുടെ ആണോ, തപസ്സിന്റെ ആണോ? കപട സന്യാസം. കപട കപട സന്യാസം. സന്യാസം. ബി കപട സന്യാസം. 9 കർമ്മത്തിൽ അനാസക്തി ലഭിക്കുന്നത് എങ്ങനെ ഇരുന്നാലാണ്? കർമ്മം ഒന്നും ചെയ്യാതിരുന്നാൽ കർമ്മത്തിൽ അനാസക്തി ലഭിക്കുമോ? ആഗ്രഹങ്ങൾ കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നാൽ കിട്ടുമോ? കർമ്മത്തെ ദൈവാർപ്പണമാക്കി ചെയ്താൽ കിട്ടുമോ? ധനം കൂട്ടിയാൽ കിട്ടുമോ? എന്താണ്? സി കർമ്മത്തെ ദൈവാർപ്പണമാക്കണം. ദൈവാർപ്പണമാക്കി. പിന്നെ അടുത്തത് 10 അഹങ്കാരമില്ലാതെ കർമ്മം വളർത്തുന്നത്. അഹങ്കാരമില്ലാതെ ചെയ്യുന്ന കർമ്മം വളർത്തുന്നത് എന്തിനെയാണ് ഈ താഴെ പറഞ്ഞത്? സി ഭക്തി. ഭക്തിയെയാണ്. അപ്പൊ ഓപ്ഷൻസ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് അതൊന്നും കുഴപ്പമില്ല പ്രഭു, അടുത്തതാണ് കുഴപ്പങ്ങള്. അടുത്ത കുഴപ്പമാണോ? എനിക്ക് തോന്നുന്നു കുറെയൊക്കെ വളരെ എളുപ്പം. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടാ നമ്മൾ ഈ പറഞ്ഞ ആൻസറുകളായിട്ടൊക്കെ എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരേ ആൻസർ തന്നെ എല്ലാത്തിലും മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് കണക്റ്റഡ് ആണ്. സംശയം. 11 കർമ്മം ഒഴിവാക്കാതെ ചെയ്യണമെന്ന് ഗീത പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ആർക്കെങ്കിലും കർമ്മം ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കുമോ? ആർക്കും കർമ്മം ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കത്തില്ല. അതായത് നമ്മൾ വെറുതെ ഇരുന്നാലും കർമ്മം ചെയ്തുകൊണ്ടല്ല ഇരിക്കുന്നത്. വെറുതെ ഇരുന്നാലും പറ്റില്ല, ഈശ്വരാർപ്പണമായിട്ട് ചെയ്യേ വേണം. അത് തന്നെയാണ്. ശരീരം ഉണ്ടെങ്കിൽ കർമ്മം അനിവാര്യമാണ്. ദൈവാർപ്പിത കർമ്മം മനസ്സിനെ ശുദ്ധമാക്കും. ഇതാണ് ഇതിന്റെ ആൻസർ. 12 ഫലാസക്തി ഇല്ലാതെ ദൈവനിഷ്ഠയോടെ കർമ്മം അടുത്തത് 12 ചോദ്യം എന്താണ്? ഭക്തിവേദാന്ത ആശയപ്രകാരം കർമ്മയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരം ഏതാണ്? ഭഗവാന് വേണ്ടി ചെയ്യുന്നത് കർമ്മയോഗം. നമ്മൾ അത് ശരിയാണ്. ഫലാസക്തി ഇല്ലാതെ ദൈവനിഷ്ഠയോടെ ചെയ്യുന്ന കർമ്മം, അതാണ് ഭക്തിയോഗം എന്ന് പറയുന്നത്. ഇനി അടുത്തത് കപട സന്യാസി ആരാണ്? കർമ്മം ചെയ്യാതെ പുറമേ സന്യാസവും മനസ്സ് ദൈവത്തിൽ അർപ്പിക്കാതെ കർമ്മം ചെയ്യുന്നത്. അല്ലല്ല, പുറമേ സന്യാസവും ഉള്ളിൽ ഇന്ദ്രിയ ഭോഗവും ഉള്ളവർ. പുറമേ സന്യാസവും ഉള്ളിൽ ഇന്ദ്രിയാസക്തി ഉള്ളവരും ഇവരെയാണ് കപട സന്യാസി എന്ന് പറയുന്നത്. പുറമേ ഇങ്ങനെ ഭയങ്കര വലിയൊരു സന്യാസിയെ പോലെയൊക്കെ ജീവിക്കും, പക്ഷെ ഉള്ളിൽ മുഴുവനും എന്താണ്? ഇന്ദ്രിയ ആസക്തിയും അല്ലെങ്കിൽ ഇന്ദ്രിയ ഭോഗവും ഉള്ളവർ. ഇനി അടുത്തത് 14 യജ്ഞഭാവത്തിന്റെ അർത്ഥം വിശദീകരിക്കുക. അത് ഞാൻ വിഷ്ണുവിനായിക്കൊണ്ട് ചെയ്യണമെന്നാണ് എഴുതിയത്. ഹരിബോൾ. ആ ഒരു ശ്ലോകം ഉണ്ട്, യജ്ഞാത കർമ്മണേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ശ്ലോകം ഉണ്ട്. അതായത് പ്രവൃത്തിയെ ദൈവത്തിന് അർപ്പിക്കുന്ന ആത്മഭാവത്തെയാണ് പറയുന്നത്. പ്രവൃത്തിയെ ഭഗവാൻ വിഷ്ണുവിന് അർപ്പിക്കുന്ന ഒരു ആത്മഭാവം ഉള്ളവരെ ആണ് അത് പറയുന്നത്. അതാണ് യജ്ഞഭാവം. വിഷ്ണു എഴുതിയില്ല, ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുക. മതി. ഭഗവാനും വിഷ്ണുവും കൃഷ്ണനും എല്ലാം ഒന്ന് തന്നെയാണ്.
ഭഗവാനിൽ അർപ്പിച്ച് ഭഗവാൻ എന്ന് ചെയ്യുക പറഞ്ഞാലും വിഷ്ണു എന്ന് പറഞ്ഞാൽ യജ്ഞം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ വിഷ്ണുവാണ്. വിഷ്ണു തന്നെയാണ്. ആ ഇതെല്ലാം ഒരു ആൻസർ ശരിയാണ് മാതാജി. അടുത്തത് 15 മഹാന്മാർ ലോകത്തിന്. അടുത്ത 15ാമത്തെ ചോദ്യം, ലോകസംഗ്രഹം എന്ന ആശയം എന്താണ്? ലോകസംഗ്രഹം എന്ന ആശയം എന്താണ്? മഹാന്മാർ ലോകത്തിന് മാതൃകയായി പ്രവർത്തിക്കേണ്ടതെന്നുള്ള സന്ദേശം നൽകുകയാണ് ലോകസംഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഞാൻ നമ്മൾ എഴുതിയില്ല. കുറെ മഹാജനങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ അല്ലെ. ഈ ആ മഹാജനങ്ങളൊക്കെ ലോകത്തിന് മാതൃകയായി പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാന്നുള്ള സന്ദേശം നൽകുന്നു. അപ്പൊ ആ വാക്കിനെയാണ് ലോകസംഗ്രഹം എന്ന് പറയുന്നത്. ഈ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ലോകത്തിന് എങ്ങനെ മാതൃകയാക്കണം എന്നുള്ള കാര്യം നമ്മളെ പഠിപ്പിച്ചിരുന്നു. 16 അർജുനന് ആശയക്കുഴപ്പം തോന്നിയത് എന്തുകൊണ്ടാണ്? ജ്ഞാനയോഗം കർമ്മരഹിതമാണെന്ന് തെറ്റിദ്ധരിച്ചതിനാലാണ്. അർജുനന് ആശയക്കുഴപ്പം തോന്നിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനയോഗം കർമ്മരഹിതമാണെന്ന് തെറ്റിദ്ധരിച്ചത്. അതുകൊണ്ടാണല്ലോ അർജുന ചോദിക്കാൻ തന്നെ കാര്യം. ഞാൻ പറഞ്ഞില്ല എല്ലാം കണക്റ്റഡ് ആണ്. ഈ കർമ്മയോഗത്തെ പറ്റി ഭഗവാനോട് ചോദിക്കാൻ തന്നെ കാര്യം എന്താണ്? ജ്ഞാനയോഗം കർമ്മരഹിതമാണെന്ന് അർജുനൻ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ്. അടുത്തത് 17 കർമ്മം ദൈവാർപ്പണമായി ചെയ്യുമ്പോൾ ബദ്ധത ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പൂർണ്ണമായി ഭഗവാനിൽ അർപ്പിക്കാതെ ചെയ്യുന്നുണ്ട്. അപ്പം അഹങ്കാരവും ഫലാസക്തിയും ഇല്ലാതാക്കുന്നു. അതുകൊണ്ടാണ് നമ്മളെ അത് ബന്ധിപ്പിക്കാതിരിക്കുന്നത്. ദൈവാർപ്പണമാക്കി ചെയ്യുമ്പോൾ എന്താണ്? ഒരിക്കലും അഹങ്കാരം ഉണ്ടാകുന്നില്ല, അതുപോലെ തന്നെ ഫലാസക്തി ഉണ്ടാകുന്നില്ല. ഈ രണ്ട് കാര്യങ്ങൾ ഇല്ലാതാകുന്നതുകൊണ്ട് നമ്മളെ അത് വീണ്ടും ബന്ധിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ കെട്ടുകളായത് കർമ്മം പുരുഷന് കെട്ടുകളറ്റേ മുക്തി വരൂതൽ. ഈ കെട്ടുകളോ ഫലഭുക്തി അതിനും കെട്ടായി ഇനിയും നാരായണ ജന്മം. അല്ലെങ്കിൽ എന്താണ്? വീണ്ടും വീണ്ടും കെട്ടിക്കൊണ്ടേയിരിക്കുന്നു അല്ലെ. അപ്പൊ അഹങ്കാരവും ഫലാസക്തിയും ഇല്ലാതാകുന്നത് കൊണ്ട് ഈ ബദ്ധത ഉണ്ടാകുന്നില്ല ദൈവാർപ്പണമാക്കി ചെയ്താൽ. 18 ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കാതെ കർമ്മം ഉപേക്ഷിച്ചാൽ എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത്? ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കാതെ കർമ്മം ഉപേക്ഷിച്ചാൽ എന്ത് പ്രശ്നം? എന്താണ്? മനസ്സിൽ മോഹവും ആഗ്രഹവും വർദ്ധിച്ചിട്ട് അശാന്തി ഉണ്ടാകും. മനസ്സിൽ എന്താണ്? ഇന്ദ്രിയങ്ങളെ നമുക്ക് പിടിച്ചു നിർത്താണ്ട് പറ്റുന്നില്ല. പക്ഷെ നമ്മൾ എന്താണ് ഇതിനെ നിർത്താനായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രമിച്ചു എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? മനസ്സിൽ മോഹവും ആഗ്രഹമൊക്കെ വർദ്ധിച്ച് അശാന്തി നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്ക് ശാന്തിയെ ഉണ്ടാകത്തില്ല. നമ്മൾ എന്ത് ചെയ്തു? നമ്മളിപ്പോ സത്സംഗത്തിൽ ആൾക്കാരൊക്കെ പറഞ്ഞു കയറി, പക്ഷെ എനിക്ക് എന്താണ് ഭയങ്കരമായിട്ട് നോൺ വെജ് കഴിക്കണം എന്ന് ആഗ്രഹം. അവിടുന്ന് ഇവിടുന്നൊക്കെ സ്മെല്ല് വന്നു കഴിഞ്ഞപ്പോഴത്തെ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അപ്പം എനിക്ക് ഇത് കഴിക്കണം എന്ന് തോന്നി, അവിടെ പോകണം തോന്നി, ഇവിടെ പോകണം തോന്നി. മറ്റേ എന്താ പറഞ്ഞ സീരിയൽ വെച്ചപ്പോഴത്തേന് ഓടിപ്പോയി ഒന്ന് കാണണം എന്ന് തോന്നി. അപ്പൊ ആരെങ്കിലും രണ്ടുപേര് കുറ്റം പറയുന്നിടത്ത് ഓടിപ്പോയി അത് കേൾക്കണം എന്ന് തോന്നി. അപ്പൊ ഇതിനെയൊക്കെ പിടിച്ച് നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. കാര്യം എന്താണ്? മനസ്സിൽ ഇങ്ങനെ ആഗ്രഹം വർദ്ധിച്ചിട്ട് അശാന്തി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മനസ്സിനൊരിക്കലും ശാന്തത കിട്ടത്തില്ല. നമ്മൾ അതിനെ പിടിച്ചു കെട്ടിയ പോലെ നിർത്തി കഴിഞ്ഞാലുള്ള ഒരു കുഴപ്പമാണിത്. ഇനി അടുത്തത് 18 ഇന്ദ്രിയ 19 19 കർമ്മയോഗത്തിൽ ഏറ്റവും വലിയ ശത്രു ഏതാണ്? അതിന്റെ വികാരം എന്താണ്? ഇത് രണ്ടും ഒരു ആൻസർ തന്നെയാണ്. മനസ്സല്ലേ പ്രഭു? മനസ്സ് കാമമാണ്. കാമം കാമം എഴുതിയിരിക്കുന്നത്. മനസ്സാണ് കാമമാണ് എഴുതിയിരിക്കുന്നത്. ഏത് വികാരം? കാമമാണ്. ഏറ്റവും വലിയ ശത്രു കാമം. ആ കാമത്തെ ജയിക്കാനായിട്ടുള്ള മാർഗം എന്താണ്? 20ാമത്തെ ചോദ്യം. 3 ഉണ്ട്. ഒന്ന് ഇന്ദ്രിയ നിയന്ത്രണവും മനസ്സ് ബുദ്ധി ഇവയെ നിയന്ത്രിക്കുക. ഇന്ദ്രിയങ്ങളെ മനസ്സ് ബുദ്ധി ഇവയെ നിയന്ത്രിക്കുക. 3 കാര്യങ്ങളാണ്. 1 ഇന്ദ്രിയ നിയന്ത്രണം, 2 ഭക്തി പ്രാക്ടീസ് ചെയ്യുക, 3 ദൈവാർപ്പിത കർമ്മം. 1 ഇന്ദ്രിയ നിയന്ത്രണം, 2 ഭക്തി, 3 ദൈവാർപ്പിത കർമ്മം. ഈ കാമത്തെ നിയന്ത്രിക്കാറുണ്ട്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ചിലപ്പോൾ യോഗയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറെയൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മള് ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുന്ന അൺകണ്ടീഷണൽ ഡിവോഷണൽ സർവീസസ്.
പിന്നെ എന്താണ് ദൈവാർപ്പിത കർമ്മം എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭഗവാന് വേണ്ടി അർപ്പിച്ച് ചെയ്യുക. ഭഗവാനിൽ അർപ്പിച്ചു ചെയ്യുക. ഇതും ഭക്തിയുടെ തന്നെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് അല്ലെ. ഭക്തി കിട്ടണമെങ്കിൽ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്താലേ ഭക്തി ഉണ്ടാകുള്ളൂ. അപ്പൊ അതാണ് ഇതെല്ലാം കണക്റ്റഡ് ആണ്. 21 കർമ്മയോഗം സാധാരണ മനുഷ്യർക്ക് പ്രായോഗികമായത് എന്തുകൊണ്ടാണ്? നമ്മൾ കർമ്മങ്ങൾ ഭഗവാന് വേണ്ടി ചെയ്താൽ ചെയ്യാൻ സാധിക്കും. അതായത് അതല്ല, പ്രവൃത്തി എല്ലാവർക്കും വളരെ എളുപ്പമാണല്ലോ പ്രവൃത്തി ചെയ്യാനായിട്ട്. സന്യാസം പ്രായോഗികമല്ല. അതാണ് അതിന്റെ ഉത്തരം. സന്യാസം പ്രായോഗികമല്ല. അതുകൊണ്ടാണ് സാധാരണ മനുഷ്യർക്ക് കർമ്മയോഗം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രവൃത്തി ചെയ്യാം. പ്രവൃത്തി ചെയ്യാൻ നമ്മൾ ആരും ഇരിക്കുന്നില്ല. വെറുതെ ഇരുന്നാൽ തന്നെ നമ്മൾ മനസ്സുകൊണ്ട് പ്രവൃത്തി ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് കർമ്മയോഗം നമ്മളെ പോലുള്ള ആൾക്കാർക്ക് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ സന്യാസം പ്രായോഗികമല്ല. 22 ഈ ഗുണങ്ങൾ, അതല്ല 22ാമത്തേത് ചോദ്യം, ഗുണങ്ങൾ സത്വരജസ് തമോ ഗുണങ്ങൾ കർമ്മത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? ഗുണം വളർന്ന ഭക്തി വളരും. ഈ ഗുണത്തിനനുസരിച്ച് നമ്മുടെ സ്വഭാവങ്ങളും വരും അല്ലേ. സത്വഗുണം സത്വഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ബ്രാഹ്മണന്റെ സ്വഭാവം അല്ലേ. അപ്പൊ അതുപോലെ ഗുണങ്ങൾ മനുഷ്യന്റെ സ്വഭാവം പ്രവൃത്തിയും നിയന്ത്രിക്കുന്നു. അതാണ് ഈ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സ്വഭാവം പ്രവൃത്തി. ഒരു ബ്രാഹ്മണന്റെ സ്വഭാവം, ക്ഷത്രിയന്റെ സ്വഭാവം, വൈശ്യന്റെ സ്വഭാവം, ശൂദ്രന്റെ സ്വഭാവം തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ ഗുണങ്ങൾ മനുഷ്യന്റെ സ്വഭാവത്തെയും പ്രവൃത്തിയെയും നിയന്ത്രിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് അത് കർമ്മത്തെ ബാധിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മം, അപ്പൊ ബ്രാഹ്മണൻ ചെയ്യുന്ന കർമ്മവും ക്ഷത്രിയൻ ചെയ്യുന്ന കർമ്മവും വൈശ്യൻ ചെയ്യുന്ന കർമ്മവും എല്ലാം തമ്മിൽ അന്തരമുണ്ട്. കാര്യം അവരുടെ സ്വഭാവം ഈ ഗുണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് രൂപീകരിക്കപ്പെടുന്നത്. ത്രിഗുണങ്ങൾ സ്വഭാവത്തെ വ്യത്യാസപ്പെടുത്തുന്നു, അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ മാറുന്നു. ഹരിബോൾ, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കറക്റ്റ് ആയിട്ടുള്ള 23 ദൈവം കർമ്മഫല പ്രദായകൻ എന്ന് പറയുന്നത് എന്തിനാണ്? അതായത് ഈശ്വരൻ കർമ്മഫലദായകൻ എന്ന് നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് എന്താണ്? മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ ഫലം പ്രകൃതിയും ദൈവാനുഗ്രഹവും ചേർന്നാണ് നൽകുന്നത്. അതായത് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പ്രകൃതി തന്നെ നമുക്ക് അതിന്റെ ഫലം തരും. ഇതിന്റെ കൂടെ ദൈവാനുഗ്രഹം ഉണ്ടായാൽ പൂർത്തിയായി അല്ലേ. അപ്പൊ ദൈവം എങ്ങനെയാണ് കർമ്മഫലദായകനാകുന്നത് പറഞ്ഞാൽ നമ്മള് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രകൃതി തന്നെ അതിന്റെ ഫലം തരും. കാര്യം പ്രകൃതി എന്താണ്? പ്രകൃതിക്ക് പ്രത്യേകിച്ച് ഒരു ഭക്തനാണെന്നോ അഭക്തനാണെന്നോ മൃഗമാണെന്നോ മനുഷ്യനാണെന്നോ ആ ഒരു വിവേചനം പ്രകൃതിക്ക് ഇല്ല. അറിയാമല്ലോ അല്ലെ. പ്രകൃതിയുടെ ഇപ്പൊ ഒരു കാറ്റ് വന്നു, ചുഴലിക്കാറ്റ് വന്നു, അവിടെ ഒരു ഭക്തനുണ്ടെന്നോ ഒന്നും അങ്ങനെയൊന്നും പ്രകൃതിക്ക്, ഒരു മരം മറിഞ്ഞു വീഴുമ്പോൾ അതിന്റെ ഇടയിൽ ഒരു ഭക്തനുണ്ടെന്നോ അങ്ങനെയൊന്നും പ്രകൃതിക്ക് ആ ഒരു വിവേചനം ഇല്ല. നമ്മളുടെ കർമ്മഫലത്തിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തി പ്രകൃതി തന്നുകൊണ്ടേ ഇരിക്കും. അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു സംഭവം ദൈവാനുഗ്രഹം കൂടെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവനെ പിടിച്ച് മാറ്റും, അല്ല അന്നേരം അവൻ മാറും പെട്ടെന്ന് എങ്ങനെങ്കിലും. അല്ലാതെ പ്രകൃതി അതിനെ ഒന്നും ചെയ്യുന്നില്ല. പ്രകൃതി എന്താണ്? ആ കർമ്മഫലത്തിന്റെ അടിസ്ഥാനത്തിൽ, ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രകൃതി പ്രവർത്തിക്കുന്നത്. അപ്പോ അതിന്റെ കൂടെ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയുന്ന ഒരു സംഭവം ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ, ഒരു മസാല ഇങ്ങനെ ആഡ് ചെയ്യുമ്പോഴത്തേനും ഇതിന് വ്യത്യാസം ഉണ്ടാകുന്നു. ചിലപ്പോ ആ മരം, നമ്മളൊരു ഭക്തൻ നിൽക്കുകയാണ്, അപ്പൊ മരം ഓപ്പോസിറ്റ് സൈഡിലേക്ക് മറിഞ്ഞു വീഴാനായിട്ട് സാധ്യത ഉണ്ടായില്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ദൈവാധീനം ആ കൂടെ ഉണ്ടാകുമ്പോഴത്തേക്കും വ്യത്യാസം. അടുത്ത 24 സ്വധർമ്മം പാലിക്കുന്നതിന്റെ